എൻ്റെ ഭാര്യ എന്നും സുന്ദരിയാണ്. രചന ആമി അജയ്. ഉണ്ണിയേട്ടാ, ഇന്ന് നേരത്തെ വരില്ലേ? അടുത്ത ആഴ്ചയിൽ അനുവിൻ്റെ കല്യാണം. കല്യാണത്തിന് പോകാൻ നല്ല ഡ്രസ്സില്ലെന്ന് പറഞ്ഞ് കുട്ടികൾ വാശി പിടിക്കുന്നു. എനിക്കും ആഗ്രഹമുണ്ട് ഒരു പുതിയ സാരി എടുക്കണമെന്ന്. ലക്ഷ്മി ഉണ്ണിയോടായി പറഞ്ഞു. ഉണ്ണി അവളെ നോക്കി, എന്നിട്ട് പറഞ്ഞു, എൻ്റെ ലച്ചു, നീ ആ കല്യാണത്തിന് വരുന്നുണ്ടോ? ഞാനും മക്കളും പോയാൽ പോരെ? എന്താ ഉണ്ണിയേട്ടാ, ഞാൻ വരണ്ടേ? ഉണ്ണിയേട്ടൻ്റെ ചെറിയച്ഛൻ്റെ മോളുടെ കല്യാണമല്ലേ, ഇത്ര അടുത്തായിട്ട് ഞാൻ പോയില്ലേ മോശമല്ലേ ഉണ്ണിയേട്ടാ? ലക്ഷ്മി വിഷമത്തോടെ ചോദിച്ചു. അതല്ല ലച്ചു, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഉണ്ടായ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? നിന്നെ കണ്ട് എനിക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയത് നീ കരഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാ. നീ വന്നില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ശരി, എന്നാലും ഞാൻ നേരത്തെ വരാം. നീ റെഡി ആയിട്ടിരുന്നോ? ഉണ്ണിയെ യാത്രയാക്കി ജോലിക്ക് പോകാൻ ഒരുങ്ങിയായിരുന്നു ലക്ഷ്മി. കണ്ണാടിയിൽ തന്നെ മുഖം കണ്ടു നോക്കി നിന്നു. ഒരുപാട് നാളായി തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്. വണ്ണം വെച്ചിരിക്കുന്നു, നന്നായി തന്നെ. ഉണ്ണിയേട്ടനെ താൻ സ്നേഹിച്ചിരുന്ന സമയത്ത് എന്ത് സുന്ദരിയായിരുന്നു. 10 വർഷമായി താൻ ആകെ മാറിപ്പോയി. ഉണ്ണിയേട്ടന് പോലും തന്നെ കൂടെ കൂട്ടാൻ ഇപ്പോൾ മടിയാണ്. കണ്ണു നിറഞ്ഞ് ശ്രദ്ധിക്കാതെ ജോലിക്ക് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് ലീവ് പറഞ്ഞ് വീട്ടിൽ വന്നു. കല്യാണത്തിന് പോവേണ്ട തീരുമാനമെടുത്തു. അപ്പോഴേക്ക് ഉണ്ണിയേട്ടൻ വന്നിരുന്നു. കടയിൽ ചെന്നപ്പോൾ ഉണ്ണിയേട്ടനും കുട്ടികൾക്കും ഡ്രസ്സ് സെലക്ട് ചെയ്തു. എന്താ തനിക്ക് വേണ്ടതെന്നൊരു വാക്ക് പോലും ഉണ്ണിയേട്ടൻ ചോദിച്ചില്ല. ചിലപ്പോൾ മറന്നതാവും. കല്യാണത്തലേന്ന് രാവിലെയാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നത്. ലക്ഷ്മി പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയവരെ കണ്ടിട്ട് മനസ്സിലായില്ല. ഉണ്ണി വന്നവരെ കെട്ടിപ്പിടി സംസാരിക്കുന്ന ലക്ഷ്മി നോക്കി നിന്നു. വന്നവരെ ലക്ഷ്മിക്ക് മനസ്സിലായില്ലെന്ന് കണ്ട ഉണ്ണി പറഞ്ഞു, ലച്ചു, നിനക്ക് മനസ്സിലായോ? ലച്ചു, നിനക്ക് മനസ്സിലായോ ഇവരെ? ഇതാണ് മുത്തച്ഛൻ്റെ ചേച്ചിയുടെ മകളുടെ ഇളയ മോൻ രാജേഷ്, ദുബായിലുള്ള. നീ കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ കല്യാണത്തിന് മുന്നേ ഇവൻ്റെ കല്യാണം കഴിഞ്ഞു. ഇവനങ്ങ് പോയതാ. ഇവൻ ഇവിടേക്ക് വന്നിട്ട് കാലങ്ങളായി. ഇതവൻ്റെ ഭാര്യ മീര. അപ്പോഴാണ് ലക്ഷ്മി മീരയെ ശ്രദ്ധിക്കുന്നത്. തൻ്റെ പ്രായമേ ഉണ്ടാവുകയുള്ളൂ, എന്നാലും ചെറുപ്പം തോന്നിക്കുന്നു. മെലിഞ്ഞ ശരീരം, നീണ്ട് കളർ ചെയ്ത മുടി, ചുണ്ടിൽ റെഡ് ലിപ്സ്റ്റിക്ക്, മൊത്തത്തിലൊരു പരിഷ്കാരി. പുറത്തേന് നിൽക്കാണ്ട് അകത്തേക്ക് വരൂ. ലക്ഷ്മി അവരെ ക്ഷണിച്ചു. അകത്തിരുത്തി. കല്യാണത്തിന് വരുന്ന ഒട്ടും പ്രതീക്ഷയല്ല, ഉണ്ണി പറഞ്ഞു. വരാമെന്ന് ഞങ്ങൾ വിചാരിച്ചല്ല, നാട്ടിലുള്ളതുകൊണ്ട് വരാൻ പറ്റി, നിങ്ങളെല്ലാം കാണാനും. അപ്പോഴാണ് രാജേഷ് ലക്ഷ്മിയെ നോക്കുന്നത്. ലക്ഷ്മി രാജേഷിനെ നോക്കി മധുരമായ ചിരി നൽകി. ഉണ്ണി, ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോവാം. എടാ, ഇന്നിവിടെ നിൽക്കുക. എത്ര നാളായടാ പണ്ടതുപോലെ നമ്മൾ കൂടിയിട്ട്. കുളിച്ച് ഫ്രഷായി വൈകുന്നേരം നമുക്ക് അവിടെ പോയി വരാം, ഉണ്ണി രാജേഷിനോട് പറഞ്ഞു. രാജേഷ് ഉണ്ണിയുടെ വാക്കിന് ശരിവെച്ച്. അപ്പോഴും മീര മിണ്ടാതിരിക്കുകയായിരുന്നു. ലക്ഷ്മി അവർക്ക് വേണ്ടുന്നെല്ലാം ചെയ്തു കൊടുത്തു. അവരോട് വളരെ മാന്യമായി തന്നെ പെരുമാറി. അവരോട് ഒരുപാട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം മീര താല്പര്യമില്ലാത്ത പോലെ തോന്നിയുകൊണ്ട് ലക്ഷ്മി മീരയോട് സംസാരിച്ചില്ല. രാജേഷ്, നമ്മളെപ്പോഴാണ് കല്യാണ വീട്ടിലേക്ക് പോകുന്നത്? മീര രാജേഷിനോട് ചോദിക്കുന്ന കേട്ടാണ് ലക്ഷ്മി അങ്ങോട്ട് കയറി വരുന്നത്. രാജേഷ് ലക്ഷ്മിയോട് ചോദിച്ചു, ലക്ഷ്മി, നമ്മളെപ്പോഴാണ് പോകുന്നത്? വൈകുന്നേരം ആയിരിക്കും, ഉണ്ണിയോട് ചോദിച്ചു നോക്കൂ. എനിക്കറിയില്ല രാജേഷ് ഏട്ടാ. രാജേഷിന്റെ ചോദ്യത്തിന് ലക്ഷ്മി സൗമ്യമായി മറുപടി പറഞ്ഞു. അതെന്താ, ലക്ഷ്മി വരുന്നില്ലേ? ഇല്ല എന്ന് പറഞ്ഞൊരു പുഞ്ചിരി തൂകി. വീണ്ടും ഒരു ചോദ്യത്തിന് കാത്തു നിൽക്കാതെ ലക്ഷ്മി അവിടെ നിന്ന് പോയി. ലക്ഷ്മി പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു രാജേഷ്. അപ്പോഴാണ് ഭാര്യയുടെ സ്വരമുയർന്നത്. രാജേഷ്, എനിക്ക് നല്ല ക്ഷീണം. രാജേഷ് പോകുമെന്നെ വിളിച്ചാൽ മതി. മീറെ, നിനക്ക് ലക്ഷ്മിയുടെ കുട്ടികളുടെ ഉണ്ണിയോടൊന്നും മിണ്ടിക്കൂടായിരുന്നോ? ലക്ഷ്മി നിന്നോട് സംസാരിച്ചപ്പോൾ നീ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. രാജേഷ്, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന ഉത്തരത്തിൽ മീര രാജേഷിൻ്റെ വായടപ്പിച്ചു. ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ച് രാജേഷും ഫ്രഷ് ആവാൻ പോയി. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിയോടുള്ള ലക്ഷ്മിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു രാജേഷ്. എന്നാൽ ഉണ്ണി മീരയാണ് ശ്രദ്ധിക്കുന്നത്. എന്ത് സുന്ദരിയാണ് മീര! നിറം, ഭംഗി, വസ്ത്രധാരണം, എന്തുകൊണ്ട് മീര സുന്ദരിയായിരിക്കുന്നു. എന്നാൽ ലക്ഷ്മിയെ നോക്കി ഉണ്ണിയോട്, എന്താ ഉണ്ണിയേട്ടാ, എന്തെങ്കിലും വേണോ എന്ന ചോദ്യമായിരുന്നു ലക്ഷ്മിയുടെ മറുപടി. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അലസതയോടുകൂടി എഴുന്നേറ്റ് പോകുന്ന ഉണ്ണിയെ നോക്കി നിൽക്കാനേ ലക്ഷ്മിക്ക് കഴിഞ്ഞുള്ളൂ. ലക്ഷ്മി, ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നാടൻ ശാപ്പോടെ ഇത്രയും രുചി കഴിക്കുന്നത്, അല്ലേ മീര? രാജേഷിന്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ മീര എഴുന്നേറ്റ് പോയി. ഉച്ചമയക്കത്തിലായിരുന്നു മീര. രാജേഷ് എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് നടന്നു. ലക്ഷ്മി എന്തോ ജോലിയിലാണ്, അത് നോക്കിയൊക്കെയായിരുന്നു രാജേഷ്. ലക്ഷ്മിക്ക് രാജേഷിന്റെ നോക്കിയുള്ള നിൽപ്പുണ്ടപ്പോൾ ഇഷ്ടമായില്ല. ഉണ്ണി അങ്ങോട്ട് വന്നപ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു ആശ്വാസം തോന്നിയത്. അവരോരോന്ന് സംസാരിക്കുമ്പോഴും പലപ്പോഴും രാജേഷിന്റെ നോട്ടം ലക്ഷ്മിയിലേക്ക് തെന്നിമാറുന്നുണ്ടായിരുന്നു. ലക്ഷ്മി, വരൂ, എല്ലാവർക്കും ഒരുമിച്ച് പോയി വരാം, രാജേഷായിരുന്നു പറഞ്ഞത്. എന്നാൽ ആ ചോദ്യം ഉണ്ണിയുടെ അടുത്തുനിന്ന് കേൾക്കാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ ഉണ്ണി അവളെ മനഃപൂർവ്വം അവഗണിച്ചു. ഉണ്ണിയേട്ടാ, ഒരുപാട് വൈകാതെ വരണേ എന്ന് ഉണ്ണി അവളെ ഓർമ്മിപ്പിച്ചു. വൈകുന്നേരം എല്ലാവരും റെഡിയായി കല്യാണ വീട്ടിൽ പോകുന്ന ലക്ഷ്മി നോക്കി നിന്നു. കല്യാണ വീട്ടിലാകെ ബഹളമായിരുന്നു. മീര അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾക്ക് രാജേഷ് പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ണിയോട് ലക്ഷ്മി വന്നില്ല എന്നായിരുന്നു ചോദ്യം. അവൾക്ക് ചെറിയ പനിയാണെന്ന് പറഞ്ഞ് ചോദിച്ചവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു രാജേഷ്. രാജേഷ്, എന്തു പറ്റടാ?
ഉണ്ണിയുടെ ചോദ്യം കേട്ട് നോക്കി ഉണ്ണിയോട് ഒന്നും പറയാനുണ്ടായില്ല രാജേഷിന്. സൂര്യപ്രകാശം മാറി കല്യാണ വീടാകെ LED ലൈറ്റ് കൊണ്ട് നിറഞ്ഞു. ആളൊഴിഞ്ഞ സ്ഥലം നോക്കി ഉണ്ണി രാജേഷ് ഇരുന്നു. ഉണ്ണി, തറവാടകം മാറിപ്പോയല്ലേ? എല്ലാവർക്കും മോഡേൺ ഫാമിലി ഇഷ്ടം, ഉണ്ണി പറഞ്ഞു. ഉണ്ണി, ലക്ഷ്മി എന്താ ഇങ്ങോട്ട് വരാത്തെ? എനിക്കേനറിയാം, ഉണ്ണി അലസതയോടെ മറുപടി പറഞ്ഞു. ഉണ്ണി, നിനക്കറിയുള്ളൂ. എന്താടാ പറ. രാജേഷ്, നീയും കണ്ടതല്ലേ, അവളെ കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല. തടിച്ചവൾ ഒരുപാട്. പണ്ടവൾ ഒരുപാട് സുന്ദരിയായിരുന്നു, എൻ്റെ ഭാര്യ തന്നെയാണ്. എന്നാലും അവളിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ കൊണ്ടെടുക്കാൻ നാണാവും എനിക്ക്. അതവൾ വരുന്നുണ്ടെന്ന് ഞാൻ തിരക്കായിരുന്നു, വരാൻ നിർബന്ധിക്കാതിരുന്നത്. നീ അതിൽ ഭാഗ്യം ചെയ്തവരാണ്. സുന്ദരിയായ ഭാര്യ എവിടെയും കൊണ്ടുപോവാ. ലക്ഷ്മിയുടെ പ്രായം മീരക്കും ആരും തെറ്റു പറയില്ല. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഉണ്ണിയുടെ സംസാരം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് രാജേഷ് പറഞ്ഞു. ഉണ്ണി, ഈ തറവാട് പഴയതായിരുന്നപ്പോൾ എന്താ ഐശ്വര്യമായിരുന്നല്ലേ? ഇപ്പോൾ വെറും പെയിൻ്റ് കൊണ്ടുള്ള ഭംഗി മാത്രം. അതുതന്നെയാണ് നമ്മുടെ ഭാര്യമാർ തമ്മിലുള്ള മാറ്റം. മീരയെ കാണാൻ കൊള്ളില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിന്റെ ലക്ഷ്മി ശരിക്കും ലക്ഷ്മി തന്നെയാണ്. ഒരു നാടൻ പെണ്ണ്. ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിന്നെ ഉണ്ണിയേട്ടാ എന്ന് വിളിച്ച് പുറകെ നടക്കുന്ന ഒരു പാവം പെണ്ണ്. ആ പുറത്തെ ഭംഗി നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? നിന്റെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയെപ്പോഴല്ലേ? നിന്നെ ഒരു അച്ഛനാക്കിയത് അവളല്ലേടാ. മീരയെ പോലെ അവളും ചിന്തിച്ചിരുന്നെങ്കിൽ ലക്ഷ്മിയെക്കുറിച്ച് നീ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. രാജേഷിൻ്റെ വാക്കുകൾ കേട്ട് നിൽക്കായിരുന്നു ഉണ്ണി. രാജേഷ്, നീ എന്തൊക്കെയായി പറയുന്നത്? മീര എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഞാൻ അവളെ കുറ്റപ്പെടുത്തുകയല്ല. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഒരു കുഞ്ഞെന്നുള്ള എൻ്റെ സ്വപ്നമാണ്. എന്നാൽ നീ പറഞ്ഞ ആ ഭംഗി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജീവിതം കലഹങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ മറന്നു. എൻ്റെ കുഞ്ഞെന്നെൻ്റെ മോഹം. ഒരിക്കലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, എൻ്റെ മക്കളെ പെറ്റു വളർത്തുന്ന ഒരു ഭാര്യയായി മീര മാറാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിന്റെ ലക്ഷ്മിയെ ഞാനിത് നോക്കിയെന്നപ്പോൾ അവൾ അനുഭവിച്ച വിമ്മിഷ്ടം, നീ അപ്പോൾ വന്നപ്പോൾ അവളുടെ മുഖത്തുണ്ടായ സന്തോഷം, നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി തന്ന്, നിനക്ക് 2 പൊന്നുപോലത്തെ കുഞ്ഞുങ്ങളെ തന്ന് അവരെ നോക്കി വളർത്തി നിൻ്റെ ഒപ്പം ജോലിക്ക് പോയി നിന്നെ മനസ്സിലാക്കാൻ നിൻ്റെ ഭാര്യ ഒരിക്കലും നീ മറക്കാൻ പാടില്ലടാ. വേദനിപ്പിക്കാനും പാടില്ല. അവൾ നിൻ്റെ വീട്ടിൽ ലക്ഷ്മി തന്നെയാടാ. രാജേഷ് പറഞ്ഞ് കേട്ടിരിക്കാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞുള്ളൂ. താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയത്. 10 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ലക്ഷ്മി തന്നെയാണ് ഇപ്പോഴും. തനിക്കാണ് മാറ്റം വന്നത്. രാജേഷ്, എനിക്ക് എൻ്റെ ലച്ചുവിനെ കാണണം. ഞാൻ വീട്ടിൽ പോട്ടെ? ആൾ കൂട്ടിക്കൊണ്ടുവരാം. കുട്ടികളെ നോക്കണേ. കുട്ടികളെ ഞാൻ നോക്കടാ, നീ ധൈര്യമായിട്ട് പോ. ഉണ്ണി ആദ്യം പോയത് തുണിക്കടയിലാണ്. അന്ന് ഡ്രസ്സ് എടുത്തപ്പോൾ മനഃപൂർവ്വം ചോദിക്കാതിരുന്നായിരുന്നു, നിനക്ക് വേണ്ടേന്ന്. ഞാൻ ഇത്രയും തെറ്റവളോട് കാണിച്ചിട്ട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ പെണ്ണ് നല്ലൊരു സാരി വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു. വാതിൽ ലോക്കാണ്. വെള്ളടിച്ചു. ജനലിലൊരു തല കണ്ടു. ഞാനാണെന്ന് ഉറപ്പുവരുത്തിയതും വാതിൽ തുറന്നു. ഉണ്ണിയേട്ട് നേരത്തെ വന്നോ? കുട്ടികൾ രാജേഷേട്ടൻ മീരയ്ക്ക് എവിടെ? അവർ കല്യാണ വീട്ടിലുണ്ട്. ഉണ്ണിയേട്ടൻ കഴിച്ചോ? ഇല്ല. നീ കഴിച്ചോ? ഇല്ല. എന്താ കഴിക്കാതെ? ഏയ്, ഒന്നുമില്ല. ലക്ഷ്മി വേഗം ചോറും കറികളും മേശയിൽ നിരത്തി ഉണ്ണിക്ക് വിളമ്പിക്കൊടുത്തു. ലക്ഷ്മിയെ പിടിച്ച് അടുത്തിരുത്തി ഒരുരുള്ള വാരി കൊടുത്തു. അതിവേഗം 2 കണ്ണുകളും നിറഞ്ഞു. പെട്ടെന്ന് കഴിച്ചെണീച്ചു. പാത്രം കഴുകിക്കൊണ്ടിരുന്ന ലക്ഷ്മിയെ സ്നേഹത്തോടെ ചുറ്റിപ്പിടിച്ചവൻ അതിയായ വാത്സല്യത്തോടെ ഉമ്മവച്ചു. ഉണ്ണിയേട്ടാ, എന്തുപറ്റി? ആ സാരി അവിടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയായിരുന്നു ലക്ഷ്മി. ഇനി നോവിക്കില്ല, മാപ്പ്. നിന്റെ സ്നേഹം പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് വേറൊരാൾ വേണ്ടി വന്നു. നമുക്ക് നാളെ കല്യാണത്തിൽ ഒരുമിച്ച് പോവാം. ആ പുണ്യേട്ട, നമ്മൾ മാച്ചാവില്ലെന്ന് പറയില്ലേ? പറയട്ടെടി, ആര് വേണേലും പറയട്ടെ. നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഇപ്പം ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല. 3ാമതൊരു കുഞ്ഞോടി വേണ്ടേന്നാ. വേണ്ട ഉണ്ണിയേട്ട, ഞാൻ ഇനിയും തടിച്ചു വരും. വന്നോട്ടെ. എന്തായാലും എൻ്റെ ഭാര്യ എന്നും സുന്ദരിയാണ്.